ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് വെറുതെ ഒന്ന് കറങ്ങാൻ പോയതാണ്. 2-3 ആവശ്യങ്ങളും ഉണ്ട്. അപ്പം ഞാൻ മാത്രമല്ല പോകുന്നത്. അപ്പം അങ്ങനെ വീടിൻ്റെ അടുത്തുനിന്ന് നടന്ന് അടുത്ത സ്റ്റോപ്പിലെത്തി. ബസ് കയറിയത് പാളയത്തെത്തി. ഞാനും പാറു ചേച്ചിയും കൂടെയാണ് പോകുന്നത്. എൻ്റെ പാറു ചേച്ചി അവിടെ നിന്ന് വന്നു. അങ്ങനെ നമ്മൾ അവിടെ നേരെ ആദ്യം പോകുന്നത് വെട്ടേട് പള്ളിയിലോട്ടാണ്. കുറേ ദിവസം വെട്ടേട് പള്ളിയിൽ പോയിട്ട് അപ്പോൾ പാളയത്തുനിന്ന് പിന്നെ ഒരു പ്രൈവറ്റ് ബസ്സിൽ വെട്ടേടെത്തി. പിന്നെ പള്ളിയിൽ കയറാനായിട്ട് ആ സൈഡ് വഴി നമ്മളിങ്ങനെ നടന്നു പോവുകയാണ്. പിന്നെ അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ പള്ളിക്കകത്ത് ഫോൺ അലോഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ അതുവരെ വീഡിയോ എടുത്തുള്ളൂ. അങ്ങനെ കുറച്ച് നേരം പിന്നെ പ്രാർത്ഥിച്ചിട്ടൊക്കെ നമ്മൾ പുറത്തിറങ്ങി. ഇത് കഴിഞ്ഞ ആഴ്ച നമ്മൾ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ്. എഡിറ്റ് ചെയ്യാൻ താമസിച്ചെന്നേ ഉള്ളൂ. ആ സമയത്ത് പെരുന്നാളിൻ്റെ പണികളൊക്കെ നടക്കുന്നതേ ഉള്ളായിരുന്നു. ഇന്നതാ പെരുന്നാൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് പിന്നെ എന്തായാലും കുറേ കടകൾ കാണുമല്ലോ. അപ്പോൾ പിന്നെ പാനിപ്പൂരി കഴിക്കാമെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ പോയി പാനിപ്പൂരിയൊക്കെ കഴിച്ചു. പിന്നെ ഒരു സ്ലൈഡിൻ്റെ കടയുണ്ടായിരുന്നു. അവിടെ നിന്നൊരു ക്ലിപ്പൊക്കെ വാങ്ങിച്ചു. പിന്നെ അതാ പാറു ചേച്ചി കടലിലിറങ്ങാൻ പോയി. ഞാൻ ഷൂട്ടോട് ഞാൻ ഇറങ്ങിയില്ല, ചേച്ചി മാത്രം പോയി ഇറങ്ങി. അങ്ങനെ വേറെ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു, കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ ഞാൻ എന്താ ബാഗൊക്കെ തൂക്കി കുടയും പിടിച്ച് അങ്ങനെ അവിടെ നിന്നു. പിന്നെ ഞാനും അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ പിന്നെ തിരിച്ച് കയറി. കുറച്ച് നേരം മാത്രം അവിടെ നിന്നിട്ട് തിരിച്ച് കയറി. അടുത്ത് പിന്നെ എങ്ങോട്ട് പോകാമെന്നായി പ്ലാന്. കാരണം നമുക്കിനി ഒരു സ്ഥലത്തും കൂടെ പോയാൽ മതി. പിന്നെ എന്തായാലും വിചാരിച്ച് വേളിയിലും കൂടെ പോകാമെന്ന്, ഇത്രയും ദൂരം വന്നേലേ. അങ്ങനെ പിന്നെ വേളിയിലോട്ട് പോകാമെന്ന് പ്ലാനാക്കിയിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. ഒരുപാട് പണികൾ അവിടെ നടന്നുകൊണ്ടിരുന്നു. എന്തായാലും പെരുന്നാളിന് അടിപൊളിയായിരിക്കും കാണാൻ. അപ്പോൾ അതിൻ്റെ കുരിശടിയുടെ ഭാഗത്തും ഫുള്ള് പണികൾ തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ നമ്മളവിടെ വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ ഒരു വേളി ബസ് വന്നു. അങ്ങനെ ആ ബസ്സിൽ കയറി ടിക്കറ്റൊക്കെ എടുത്ത് വേളിയിലോട്ട് പോവുകയാണ്. അങ്ങനെ ആ വേളിയിലെത്തി നമ്മൾ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി. അവിടെയും വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു ഇവിടെ. അങ്ങനെ പിന്നെ നമ്മൾ നടന്ന് അവിടെ ക്രോസ് ചെയ്യണ കമ്പിയുടെ അവിടെ എത്തി. അങ്ങനെ ഞാൻ എന്താ ക്രോസ് ചെയ്തൊക്കെ പോയി. ചേച്ചി ഇതാ ക്രോസ് ചെയ്യാനൊക്കെ നിന്ന് അങ്ങനെ ക്രോസൊക്കെ ചെയ്ത് ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളി കാര്യമൊക്കെ പറഞ്ഞ് അങ്ങനെ പോവുകയാണ്. അങ്ങനെ ആ സൈഡിലുള്ള പായലും അതൊക്കെ കണ്ട് ഇങ്ങനെ പോയി. നമ്മളപ്പോൾ ക്രോസ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ട്രെയിനിനെ കണ്ട്. അങ്ങനെ അതിൻ്റെ വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ അതിനുശേഷം നമ്മൾ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോയി. പിന്നെ കുറേ നേരം അതുവഴിയൊക്കെ നടന്ന് അവിടെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഇരിക്കാനായി ഒരു സ്ഥലം തപ്പിയായിരുന്നു അടുത്ത നടത്തം. കാരണം അവിടെ എല്ലായിടത്തും ആൾക്കാരായിരുന്നു. അങ്ങനെ നമ്മളും അവിടെ ഇരിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിച്ച് നമ്മൾ അവിടെ ഇരുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് കുറച്ച് റീൽസൊക്കെ എടുത്ത് കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നു. പിന്നെ കുറച്ച് നേരം അവിടെ ഇരുന്നതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു അണ്ണാൻ വന്ന്. അങ്ങനെ കുറച്ച് നേരം അതിനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അതങ്ങ് പോയി. പിന്നെ അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. പിന്നെ ബീച്ചിൻ്റെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് അങ്ങോട്ട് പോയി. നല്ല വെയിലായിരുന്നു. പിന്നെ എന്താ ബീച്ചിൻ്റെ അവിടെ പോയി ഒരു പാനിപ്പൂരി കഴിച്ചു. അങ്ങനെ പാനിപ്പൂരി കണ്ടപ്പോൾ വീണ്ടും പാനിപ്പൂരി കഴിക്കും. പിന്നെ നമ്മളങ്ങനെ പാനിപ്പൂരിയൊക്കെ കഴിച്ചു. അതിനുശേഷം തിരിച്ചു വന്നപ്പോൾ പിന്നെ നമ്മൾ ഗെയിം കളിച്ചു. എന്തായാലും നമുക്ക് രണ്ടുപേർക്കും നല്ല ഭാഗ്യമുണ്ട്, ഒരു പ്രൈസും കിട്ടിയില്ല. എന്നാലും നമ്മൾ ജസ്റ്റ് കളിച്ചു, രസമില്ലേ. അങ്ങനെ അതിന് ശേഷം ഒരു മാംഗോ സർബത്തൊക്കെ കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതും കുടിച്ച ശേഷം നമ്മൾ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് നടക്കാമെന്ന് വിചാരിച്ച് ട്രെയിൻ പാളത്തിൽ കൂടെ അങ്ങോട്ട് പോയി. അങ്ങനെ വീണ്ടും കുറച്ച് നേരം അലിഞ്ഞു തിരിഞ്ഞ് നടന്നതിന് ശേഷം കുറച്ച് വീഡിയോസൊക്കെ വീണ്ടും എടുത്തു. അങ്ങനെ പിന്നെ നമ്മൾ പിന്നെ അവിടെ നിന്ന് തിരിച്ചിറങ്ങി അടുത്ത ശങ്കുള്ള ഭാഗത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ പിന്നെ അവിടെ എത്തി. അവിടെ നിന്നും കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തു. വീഡിയോസ് എവിടെ പോയാലും മസ്റ്റാണ് നമുക്ക്. പിന്നെ ചേച്ചി ഇതാ പൂവിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്, DP ഇടാനെന്നും പറഞ്ഞു. അതിന് ശേഷം പിന്നെ നമ്മൾ അവിടെ ഒരിടത്ത് പോയി ഇരുന്നിട്ട് ക്യാമറ വെച്ചിട്ട് അറിയാത്ത പോലെ നമുക്ക് കാര്യം പറയാമെന്ന് വിചാരിച്ച് അങ്ങനെ കുറച്ചേറെ കാര്യമൊക്കെ പറഞ്ഞു. അത് എനിക്ക് ഉപദേശമാണ് തരണത് ചേച്ചി. അതിനുശേഷം നമ്മളുള്ളത് വെളിയിലാണ്. ഷൈനിയുടെ ഇതുപോലുള്ള 1 ഡേ ട്രാവൽ വ്ലോഗ്സ് ഒരുപാട് യൂട്യൂബ് ചാനൽ അപ്ലോഡ് ആവും. എല്ലാവരും നല്ലപോലെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ കൊച്ചു വ്ളോഗറിന് വേണ്ട എല്ലാ സപ്പോർട്ടും കൊടുക്കുക. ഓക്കെ, ഇതൊന്നും ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നതല്ല. അങ്ങനെ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി. കാരണം അപ്പോൾ തന്നെ നല്ല മഴക്കോളുണ്ടായിരുന്നു. നമുക്കിനി ഒരു സ്ഥലത്തും കൂടെ പോകാനുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ബസ്സൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു. കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു ബസ് വന്നു. അപ്പോൾ അതിന് എന്തായാലും നല്ല രീതിക്ക് കാറ്റും മഴയായിരുന്നു. അങ്ങനെ നമ്മൾ ബസ്സിലൊക്കെ ഇരുന്ന് ചാക്ക IT-യിലെത്തി. അവിടെ നമ്മൾ RI സെൻറ്ററിൽ പോയതാണ്. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ തന്നെ ഏകദേശം മഴയൊക്കെ തോർന്നു. അങ്ങനെ പിന്നെ നമ്മൾ നടന്ന് നമ്മൾ ഓഫീസിലൊക്കെ പോയി. അവിടെ പോയി സാറിൻ്റെ അടുത്ത് സംസാരിച്ച ശേഷം പിന്നെ അവിടെ നിന്ന് തിരിച്ചിറങ്ങി കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ IT വിട്ട സമയം കൂടിയായിരുന്നു. അപ്പോൾ നല്ല തിരക്കായിരുന്നു ബസ്സിൽ. അങ്ങനെ നമ്മൾ ബസ്സിൽ പാളയത്തിറങ്ങി. പാളയത്ത് സംസമ്മിലാണ് വന്നത് ഫുഡ് കഴിക്കാൻ. കാരണം നമ്മളൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ കൈയൊക്കെ കഴുകി ഫുഡ് കഴിക്കാൻ പോയിരുന്നു. ഫുഡിന് ഓർഡറൊക്കെ കൊടുത്തിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്ത് ഏകദേശം 3/4 മണിക്കൂർ വെയിറ്റ് ചെയ്തപ്പോഴാണ് നമ്മൾ ഓർഡർ ചെയ്ത് കിട്ടിയത്. നമ്മൾ പാസ്തയും ബട്ടർ ചിക്കനും ബെറോട്ടയും ലൈമുമാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ അതൊക്കെ കിട്ടി. പിന്നെ അതിന് ബസ് കയറി നമ്മളിതാ വീട്ടിലെത്തി. പാറച്ചിച്ചി എന്താ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളൊരു ദിവസം. ബൈ.
അവിടെ നിന്ന് തിരിച്ച് വീട്ടിലോട്ടുള്ള ബസ്സൊക്കെ കിട്ടി. അങ്ങനെ പാറു ചേച്ചിയും പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ബൈ ബൈ.